മഴത്തോരു മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളും അതുപോലെ തന്നെ രോഹിതും ഒക്കെ ബബിതയും ഒക്കെ വളരെയധികം ടെൻഷനിലാണ്. കാരണം ഇത്രയും അധികം സ്നേഹിച്ച ഒരു ചേച്ചി ഇവിടെ നിന്ന് പോവുക എന്ന് വെച്ചാൽ അത് മരണത്തിന് തുല്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എല്ലാവരും മരിച്ച വീട്ടിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് അലീനയെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചേച്ചി ഇവിടുന്ന് പോവരുത്, ചേച്ചിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുമോ, ഞങ്ങളെയൊക്കെ ഇട്ടേച്ച് പോവാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മോളെ എനിക്ക് പോയല്ലേ പറ്റൂ, എൻ്റെ അവസ്ഥയെക്കുറിച്ച് നിനക്കറിയാവുന്നതല്ലേ, നിൻ്റെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പോയേ പറ്റൂ മോളെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ അമ്മയല്ലേ, ഞങ്ങളുടെ മാത്രം അമ്മയല്ലല്ലോ, ആ അമ്മയുടെ മകൾ തന്നെയാണല്ലോ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുന്ന സമയത്ത് അലീന കൃഷ്ണമോളുടെ വായ പതുക്കെ പൊത്തി പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ പതുക്കെ പറ, ഇതൊന്നും ആർക്കും അങ്ങനെ അറിയാവുന്ന കാര്യമല്ല, നീ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കല്ലേ, തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാലോ. അച്ഛൻ എന്തായാലും എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരാളുടെ തന്നെ തണൽ തന്നെയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയുമില്ല. പിന്നെ നിങ്ങളും അച്ഛനും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ വരും എന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. പിന്നെ എന്താ മോളെ പ്രശ്നം, മോളെന്തായാലും സങ്കടപ്പെടേണ്ട, ഞാൻ പോയാലും ഇങ്ങോട്ടൊക്കെ വരുമല്ലോ, അല്ലാതെ നിങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോവുകയല്ലല്ലോ എന്ന് പറയുകയാണ് അലീന. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ചേച്ചി ഇവിടുന്ന് പോയാൽ അത് ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ചേച്ചിയില്ലെങ്കിലും ജീവിച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ചേച്ചിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അമ്മയുടെ ഒരു കാര്യമല്ലേ, അമ്മയോട് വെട്ടിത്തുറന്നങ്ങ് നമുക്ക് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാലോ, പിന്നെ അമ്മ അടങ്ങി നിന്നോളുമല്ലോ, അമ്മയും പിന്നെ ചേച്ചിയെ സ്നേഹിച്ച് തുടങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അങ്ങനെ നമ്മുടെ അമ്മയുടെ സ്നേഹം പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്താൽ പിന്നെ അച്ഛൻ നമ്മളെ വിട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണല്ലോ, അച്ഛനാണോ നിനക്ക് വേണ്ടത് അമ്മയാണോ വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും വേണം ചേച്ചി, എന്ത് രസമായിരിക്കും രണ്ടുപേരും സ്നേഹത്തോടു കൂടി ചേച്ചിയെയും സ്നേഹിക്കുന്നതൊക്കെ കണ്ട് ഞങ്ങൾക്കിവിടെ ജീവിക്കാമല്ലോ, അതല്ലേ ഏറ്റവും രസകരമായ കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് നടക്കാത്തൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്, അതേക്കുറിച്ചൊന്നും ആലോചിച്ച് മോളിപ്പം വെറുതെ ചിന്തയൊന്നും കൂട്ടണ്ട, പഠിപ്പിലൊക്കെ ശ്രദ്ധ കൊടുത്തിട്ട് അതിലേക്ക് ശ്രദ്ധ തിരുക്കി ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബബിതയാണെങ്കിൽ ആകെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് കോളേജിൽ പോവേണ്ടൊക്കെ ദിവസമായിരുന്നു, പക്ഷേ കോളേജിലൊന്നും പോകാൻ തോന്നാതെ കരഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ അലീന ബബിതയെ ചായ കുടിക്കാനൊന്നും കാണാത്തപ്പോൾ അലീന ബബിതയെ തിരഞ്ഞു പോവുകയാണ്. ആ സമയത്ത് കുളിക്കുകയോ മാറ്റുകയോ ഒന്നും ചെയ്യാതെ ജനലിനരികെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ഇതെന്താ ഇങ്ങനെയൊക്കെ, ഇങ്ങനെയൊന്നും പതിവില്ലല്ലോ, കുളിച്ച് കോളേജിലേക്കൊക്കെ പോകുന്നതാണല്ലോ, പിന്നെ ഇതെന്താ പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് പതുക്കെ തോളിൽ കൈ വയ്ക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ മോളെ, എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ചേച്ചി ഇവിടുന്ന് പോകുന്നതാണ്, ചേച്ചി ഇവിടുന്ന് പോവരുത്, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല, ഇതുവരെ അങ്ങനെയല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ചേച്ചി ഉണ്ടായേ പറ്റൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും സ്നേഹിച്ചത് എന്നെ അറിഞ്ഞുകൊണ്ടാണ്, എൻ്റെ കാര്യങ്ങളും എൻ്റെ ഓരോ കഥകളും ഒക്കെ അറിഞ്ഞാണ് എന്നെ സ്നേഹിച്ചത്, പക്ഷെ നീ മാത്രം അങ്ങനെയല്ല, നീ സ്വയം എന്നെ ഒന്നും അറിയാതെ സ്നേഹിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒക്കെ ബബിതയും അലീനയും ഒരുമിച്ച് കരയുകയാണ്. അപ്പോൾ സമയത്ത് ബബിത പറയുന്നുണ്ട്, എനിക്ക് ചേച്ചിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തോന്നിയൊരു അങ്ങനെയൊരു സ്നേഹമല്ല, ചേച്ചിയുടെ സ്വഭാവം അതും ഒക്കെ കെയറിങ്ങും ഒക്കെ കണ്ടിട്ട് തോന്നിയതാണ്. നമ്മുടെ ജീവിതം അച്ഛനോടൊന്നും സ്നേഹമില്ലാതെ പോകുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേതും അതുപോലെ രോഹിത്തേട്ടൻ്റെ. പക്ഷേ ഞങ്ങളെയൊക്കെ മാറ്റിയെടുത്ത് സ്നേഹം എന്താണ് എന്നുള്ളത് തിരിച്ചറിയിച്ചത് അലീന ചേച്ചിയാണ്. ആ ചേച്ചി ഞങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചേച്ചി ഇങ്ങോട്ട് എന്തിനാ വന്നത്, ചേച്ചി ഇങ്ങോട്ട് വരാൻ എന്താ കാരണം, നിങ്ങൾ ഇത്രയും സ്നേഹിക്കണമെങ്കിൽ അതിന് പിന്നിലൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ കുത്തി ചോദിക്കുന്ന സമയത്ത്, അതുമോളെ നീ അറിയാത്ത ഒരു കാര്യമുണ്ട്, നിങ്ങളെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളോട് അത്രയ്ക്കും അടുപ്പമുണ്ടാവുമല്ലോ,
നിങ്ങൾ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ടവരാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, എന്താ ചേച്ചി പറഞ്ഞു വരുന്നത്? വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഞങ്ങളെ ആദ്യം തന്നെ വേണ്ടപ്പെട്ടവരാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അതല്ല മോളെ, അതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് എന്താണെന്ന് നിനക്കറിയണോ? നിൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് 23 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാളെ സ്നേഹിക്കുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ നിൻ്റെ അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അമ്മ മറ്റൊരു കുട്ടിയെ പ്രസവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കുഞ്ഞാണ് ഞാൻ, നിൻ്റെ അമ്മയുടെ മകൾ തന്നെയാണ്, നിൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ എന്ന് നമ്മുടെ അലീന തുറന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല, പൊട്ടി പൊട്ടി കരയുകയാണ്.